ഇത്ര മാസമായിരിക്കും. സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വി ആർ വെൽക്കമിങ് ബാക്ക്, വോയിസ് ബാക്ക്. പിന്നെ അല്ല, അപ്പൊ നമ്മള് അതുകൊണ്ട് നിർത്തുന്നില്ല. വി ആർ വെൽക്കമിങ് ബാക്ക്. ചന്ദ്ര ഒരു മിനിറ്റ്. കണ്ടപ്പോ തന്നെ അങ്ങ് എനിക്ക് പെട്ടെന്ന് ഇഷ്ടം കൊണ്ടാണ്, ആ ഒരു സ്നേഹം കൊണ്ട് എനിക്ക് അവനങ്ങ് കെട്ടി പുണരാന്നൊക്കെ തോന്നണം. അന്നത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ കുടുംബത്തിൽ ഒരെണ്ണത്തിന് എനിക്ക് കാണുന്ന എനിക്ക് കണ്ണടത്ത് ദൃഷ്ടി കണ്ടൂടാ. എനിക്ക് ആ പയ്യനാണ്, അവന്റെ മുഖത്തോട്ടാണ് നോക്കിയാണ്. ഇവന്റെ മുഖത്തോട്ട് നോക്കിയാ ഇവന്റെ നിന്നെ പോലെ തന്തലായി മാത്രം കാണിക്കുന്ന ഇറക്കനാണെന്ന്. ഡാഡി ഉണ്ടോ? ഐ ആം ദ ഡാഡി. ഞാൻ കാണുമ്പോ പറയാം. അണ്ണാ നമുക്കേ ഇവരോട് നിർത്തിയില്ല, ഗ്യാങ് ഹൗസ് ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് നിർത്തണോ? ഓ താല്പര്യമില്ല. അല്ലെങ്കിൽ കിച്ചണിലെ പാത്രം കഴിവും, നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. ഞാൻ കാര്യം പറഞ്ഞാ ഒരു കംബാക്ക് അല്ലേ, ഞാൻ റേഡിയോയിൽ വിളിക്കുമ്പോ നീ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നടന്നങ്ങോട്ട് പാടാ. ഇല്ല വേണ്ട, ഇത്ര മാസമായിരിക്കും. പൊളിയായിരിക്കും. ഒരു അലിഞ്ചോസ് ആക്കാൻ നോക്കിയപ്പോ നിനക്ക് വേണ്ടല്ലേ? പിന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കും കേട്ടോ. ഈ ഫോട്ടോയില് ജോക്കി നോക്കിയാണ്. നീ ചാടിയേ ചിരി ചാടിയടാ. ഇപ്പൊ കോട്ടൊക്കെ ഇട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം ഓർമ്മയുണ്ടോ? ഇന്നലെയാ കഴിച്ചിട്ടാ യോഗി. ഞാൻ അവിടെ ഒരു ബിസിനസിന്റെ കാര്യത്തിന് നിൽക്കുമായിരുന്നു. എന്നെ ഇവിടെ വിളിച്ചു വരുത്തി സമയം കളയാൻ എനിക്ക് സമയമില്ല. ജോക്കി ഇതൊരു സമയം കളയുന്നതല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ജോക്കിയെ പറയുന്ന കാര്യങ്ങൾ കേട്ടാ ഞെട്ടും, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ജോക്കി ഒരു 2 മിനിറ്റ് അങ്ങോട്ട് ഇതാ. ഭയങ്കര ചൂടാ ഇപ്പൊ. ഒരു പ്രത്യേക ഒരു ശ്രദ്ധിച്ചായിരുന്നു ആള് കുറച്ചൊന്ന് പുള്ളി ഇന്നലെ ഇവിടെ ഇരുന്ന് ആരുടെ ഗ്യാങ് സ്ലോട്ടിന്റെ ഒക്കെ കാര്യം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടാ. പുള്ളി അപ്പോഴും ഓർക്കല്ല, പുള്ളി ടിവിയുടെ ഗ്യാങ് സ്ലോട്ടിൽ ഇല്ലെന്ന്. വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കണേ. നീ ആലോചിച്ച് പുള്ളി മുതുക്കിൽ നിന്ന് മൊത്തം മെസ്സടിയൊക്കെയാ. മുതുക്കിലിക്കുന്നത് ഭയങ്കര മെസ്സടി, ഭയങ്കര ഇതൊക്കെയാണ് പുള്ളി. പക്ഷെ എന്താണ് പുള്ളിക്ക് ഒരു AR പോലും എടുത്ത് പകൽ വെച്ചിട്ട് കയ്യിലെടുക്കാൻ പറ്റൂല. എന്തൊക്കെയാണെന്ന് അറിയോ ഇത്? എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളാണ് പുള്ളിയടുത്തൊന്നും പറയരുത്. പുള്ളിയടുത്ത് നമ്മളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി പുള്ളിക്കത് വിഷമവും. ഇല്ല വിഷമം നമ്മളങ്ങനെ പറയണ്ട. നമുക്ക് ആ പുള്ളി ഇതിലുണ്ട്, പുള്ളി എങ്ങനെ അറിയാം നമ്മൾ പേര് എടുത്തിട്ടുണ്ട്. നമ്മൾ പേരിന് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. ഇനി പോസ്റ്റ് ആക്കണ്ട. പക്ഷെ സിറ്റിസൺ ആയോണ്ട് എയർ എടുക്കാൻ പറ്റില്ല. കേക്ക് കേട്ടോ, ഇവിടെ ഉണ്ട് ആളിവിടെ ഉണ്ട്. വാ ഒരു 2 സെക്കൻഡ് ഡിലേ ഉണ്ടടാ. അപ്പൊ ഒരു പുള്ളി ചാറ്റിനുണ്ട്. അവിടെ വൈദ്യുതി ഇല്ലല്ലേ ഇപ്പൊ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബാത്റൂമിന്റെ സൈഡിൽ കിട്ടൂലടാ അവിടെ. അത് ഒരു റിച്വലാണ്. ഇനിയിപ്പോ 3 വട്ടം വന്നു പോയാലേ കറക്റ്റ് ആകത്തുള്ളൂ. എല്ലാവർക്കും കേൾക്കാവോ?
ആ ചന്ദ്രൻ ഓക്കെ 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 ഞാൻ ഓക്കെ പോയെ. കത്തിപ്പോയോ? ഞാൻ ഇപ്പൊ പോവും. ബാക്കി ബാക്കി എല്ലാരും കത്തിയോ? ആ ആ 3-4 പേര് കത്തിയോ? എനിക്കൊന്നും കാണിക്കുന്നില്ലല്ലോ. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓരോ സെർവറുകളും. ഹലോ ആ അപ്പൊ ഗൈസ് അപ്പൊ നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ കോഹ്ലിയുടെ സ്ഥാനത്തുണ്ടായിരുന്ന ചന്ദ്രബോസ് സിറ്റിക്ക് വെളിയിലേക്ക് എന്നേക്കുമായിട്ട് പോയായിരുന്നു. അതായത് എന്നേക്കുമായിട്ട് പോയായിരുന്നു. അപ്പൊ പുള്ളി അഡ്മിന്റെ കൂടെ ഒരു ഡേ ഒക്കെ സ്പെൻഡ് ചെയ്ത് ഡേ വിത്ത് അഡ്മിന് ശേഷം നമ്മുടെ ടിവിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. നമുക്കൊരു വളരെ ഊർജം തരുന്ന ഒരു കാര്യമാണ്. എന്താ വെൽക്കമിങ് ബാക്ക് ചന്ദ്രബോസ്. ഇനിയെങ്കിലും തന്തലാഴി കാണിക്കാതെ ഇരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഗൈസ് ഞാൻ പിന്നെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ, ഞാന് കുറച്ച് നാളായിട്ട് ഇപ്പൊ ആക്ടിവിറ്റി നമ്മൾ 35 ഔട്ട് ഓഫ് 35 പൊക്കോണ്ടിരുന്നിട്ട് പോലും സ്ലോട്ടില് വരാൻ വേണ്ടിയിട്ട്, അതായത് 25 വാറിനും ആൾക്കാർ നമുക്കിപ്പോൾ ഭയങ്കര കുറവുണ്ട്. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവന്നാലേ ഇത് ഇതാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനൊരു 4-5 പേരെ കൂടെ TV-യിൽ കൊണ്ടുവരാനുള്ള പ്ലാനിലാണ്. അതായത് എന്താ പറയാ, അപ്പോൾ ഈ 5 പേരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ആരെ ഇനാക്റ്റീവ് ആണോ അവരെ ഞാൻ വീക്ക്ലി മാറ്റി ഇടും. വീക്ക്ലി ഞാൻ മാറ്റി ഇടും. ആരാണ് ഇനാക്റ്റീവ് ആവുന്നതെന്ന് വെച്ചാൽ പ്രീ വാറിന് ഇവിടെ ആള് വരണം. പ്രീ വാറിന് ഇവിടെ ആള് വന്നേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ മാറ്റി ഒരു കാര്യം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ. പറ. നമ്മുടെ വിഷമമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നമ്മുടെ വില്ലന്ദാസില്ലേ, പുള്ളി ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ചിക്കൻ കുനിയായിട്ട് വയ്യാതെ നടക്കുമായിരുന്നു. ആരും അറിഞ്ഞില്ല, ആള് പോയി. നിനക്കിങ്ങനെ ഓരോരുത്തരെ തല്ലിക്കൊല്ലുമ്പോ എന്ത് സുഖമാണ് കിട്ടണം. പിത്തൽ ചെയ്യ നീ കൊന്ന് അവിടെ കല്ലറ കെട്ടി നീ. എടാ ഒരു 5 ദിവസത്തോടെ ജോക്കി വന്നില്ലായിരുന്നേ ആ ജോക്കി ആയിരുന്നു ആ കല്ലറയില്. എനിക്കത് ഉറപ്പായിരുന്നു. ഇത് തമാശ അല്ലേ, ഒരു കാര്യമാണ്. അതേടാ. സോ അപ്പൊ ഇനി അപ്പൊ കറന്റ്ലി നമ്മള് ഈ 5 ഇതൊന്ന് പറഞ്ഞെങ്കിലും നമ്മൾ 5 പേരെ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. നമ്മൾ പയ്യെ നമ്മൾ ഓരോരുത്തരെയൊക്കെ കൊണ്ടുവരുന്നുള്ളൂ. സോ ഒരാളെ നമ്മൾ TV-യിലോട്ട് കൊണ്ടുവരുവാണ്. മന്ദര റെഡി അല്ലേ? മന്ദര റെഡി അല്ലേ? So guys, we are welcoming back Ryan to TVA as TVA Ryan itself. Welcome back Ryan. And many happy returns of the day Ryan. And many happy returns of the day. Happy birthday Ryan. Let's go. എന്റെ ബർത്ത്ഡേ ഉണ്ടെന്നാ? ഓ രായന്റെ ബർത്ത്ഡേ ഇത്. ആളവിടെ വെളിയിലാണെന്ന് വിചാരിച്ചിരിക്കുക. OG ഓഡിയൻസിനൊക്കെ സന്തോഷമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചന്ദ്രു அதுவும் ஜோக்கி முன்னாடி എത്തിയോ? வந்தா ரிட்டர்ன் ഹലോ കേക്കോ? കേക്ക തിരിച്ച് നിന്നെ ഗ്യാങ് ഡ്രസ്സിൽ കാണാൻ പറ്റിയല്ലോ. വാ, വേറെ വെൽക്കം ഒന്നുമില്ല, കേറി വാ. അണ്ണാ എന്ത് പറഞ്ഞായിരുന്നു അണ്ണാ? ഞാൻ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്തപ്പോഴും. ഇല്ല ഞാൻ നിന്റെ അടുത്ത് നിന്നെ വിളിച്ചതാ.
അണ്ണൊന്ന് മുകളിലോട്ട് നോക്ക്. ആളിയ അളിയാ. ആ അന്ന് എല്ലാരും ഉണ്ടല്ലോ ആ, യെസ് യെസ് അപ്പപ്പാ. യെസ് രായ ഓ പറരാ എല്ലാരും ഉണ്ടല്ലോ ആ വെൽക്കം രായ വെൽക്കം ബാക്ക് രായ, വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അളിയാ. അളിയാ, ഒന്നും കൂടി ഇട്, ഒന്നും കൂടി ഇട്. അളിയാ. ജോക്കി ഇവിടെ വായുവിനെ കെട്ടിപ്പിടിക്കടാ. അല്ല എനിക്കാരും ഇട്ടാന്നേ. ഇവിടെ ഇട്ടോ. അണ്ണാ, എടാ ഞാൻ ഇട്ട് വോയിസ് ബാക്ക് എന്ന്. പിന്നെ അല്ല, വരുന്നില്ലടിയാ. ഐ എം ക്രൈങ് ഫോർ റിയൽ എന്നോ. വാട്ട് ദ ഫക്ക്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇപ്പൊ ഡയലോഗ് ഒരു ഡാഡി. ഓ Welcome back അളിയാ. മിസ് യു അളിയാ. അളിയാ, മിസ് യു അളിയാ. എടാ എല്ലാവർക്കും ആയി. ഹലോ ഹലോ അളിയാ, സംസാരിക്ക്. സംസാരിച്ചോ രായ, സംസാരിച്ചോ. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആ, പറ. എന്തിനു കോച്ച് 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 ഫോണൊന്ന് കോച്ച് പിന്നെ സംസാരിക്കും കോച്ച്. കോച്ച് 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 എന്താ കാണിച്ചേ ഇപ്പൊ? എന്താ കാണിക്കില്ല എടാ സംസാരിക്കട്ടാ. എടാ രായൻ സംസാരിക്കടാ. നീ സത്യം എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇത് എങ്ങനെ മിക്സ് ചെയ്ത് പറയണോ ആർപി രീതി പറയണോ എനിക്ക് അറിഞ്ഞൂടാ. മൊത്തത്തില് ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നതാണ്. അപ്പൊ ഞാൻ അണ്ണന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ അണ്ണൻ എന്നെ വിളിച്ചു. എനിക്ക് പറയണത് അറിയണ അണ്ണാ അവസരണ പറയടാ, നീ സംസാരിക്ക്. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞാന് ഈ ഗ്യാങ് എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് എനിക്ക് വാക്ക് തന്നെ കിട്ടില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ തിരിച്ച് അണ്ണൻ വിളിക്കുമെന്ന്. കാരണം ഞാൻ അണ്ണനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണ മൊത്തത്തിൽ നിർത്തുവാണ്. ഇനി ഗെയിമിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, റിയൽ ലൈഫ് ഫോക്കസ് ചെയ്ത് പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ കാര്യം പറയാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അണ്ണൻ തിരിച്ചെന്നെ വിളിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് എന്തോ ആ സമയം തൊട്ട് എനിക്ക് തിരിച്ചിവിടെ വരെ എല്ലാരും കാണണം, എല്ലാരും ഇങ്ങനെ ഈ ഡ്രസ് ഇട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്ന തന്നെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അറിഞ്ഞൂടാ, അല്ലെ ഫോർമൽ ആവണല്ല. എനിക്ക് സത്യം പറഞ്ഞ ഇതില്ല, വാക്കുകളില്ല. അതുകൊണ്ടാ മനസ്സിലായ ആ ഒരു അത്ര സന്തോഷം. അത് മാത്രമല്ല, എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് ഇത്. മനസ്സിലായി, എനിക്കത് ഒരിക്കലും മറക്കൂല. ചന്ദ്ര എല്ലായിടത്തും ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ രായ. രായനോട് നിൽക്കുക ഒരു സെക്കൻഡ്. അപ്പൊ നമ്മള് അതുകൊണ്ട് നിർത്തുന്നില്ല. We are welcoming back Itachi to TVA as TVA Itachi itself. Welcome back Itachi. കേറി വാടാ. വെളിയില ഇറ്റാച്ചി, നിനക്ക് കുറച്ച് നരയൊക്കെ ആയല്ലോ. പ്രായമായിട്ടാ വാ വാ വാ, കേറി വാ. TG ഡിസ്മാരിലായിരുന്നു. ഹലോ നടക്കും. ഞാൻ എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. എന്തോ കുറച്ച് പ്രായമായി, കുറച്ച് നാള് ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് പഠിത്തിരക്കിലായിരുന്നു. பண்ணிட்டு வா. ஓகேவா? ഓക്കെ வெல்கம் வெல்கம். താങ്ക് യു ഗൈസ്. എടാ, അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നപ്പോ നിനക്ക് കാണാൻ പറ്റാത്തൊരു മുതലാണ് ഇരിക്കണത് ജോക്കി. ഇറ്റാച്ചി. നീ കണ്ടിട്ടില്ലല്ലോ ഇവിടെ സിറ്റിയില്? ഇല്ല, ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആണല്ലേ? അല്ലല്ല, ആ ടൈമില് എക്സ്പ്ലനേഷൻ വേണ്ട. ഹാപ്പിയാണ്. അല്ല, എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം. പറയാൻ സന്തോഷം. ഈ ഒരു തിരിച്ചുവരവിനെ എങ്ങനെ നോക്കി കാണുന്നു? ഈ ഒരു തിരിച്ചുവരവിന് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു വലിയൊരു തിരിച്ചുവരവാണ്. അതെ, കംബാക്ക് ഇസ് പേഴ്സണൽ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, സന്തോഷമുണ്ട്.
എന്ന് വെച്ചാൽ എല്ലാരോടും താങ്ക് യു. വേറെന്താ പറയട്ടെ, അത്ര തന്നെ ഉള്ളു. This lineup is really illegal. തിരിച്ചു പോക്കില്ല. അത് അതെ, ഇനിയൊരു തിരിച്ചു പോക്കുണ്ടാവില്ല കേട്ടോ. ഇനി തിരിച്ചു വരുമ്പോൾ മുട്ടാൻ തല്ലി പഠിക്കുമല്ലോ. സോറി രായ ചാച്ചി രണ്ടുപേർക്കും വെൽക്കം ടു TV. ഇപ്പൊ രണ്ടാമത്തെ വട്ടമാണ് നിങ്ങൾ കേൾക്കുന്നത് അറിയാം. എന്നാലും ഞാൻ പക്ഷേ രായന്റെ അടുത്താണ് OG മെമ്പർ. ഞങ്ങള് ഇവിടുത്തെ ഓരോ ഇവന്റ്സിനും എല്ലാം നമ്മള് നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നീ പോയപ്പോ അമ്പത്തൂര് ആയിരുന്നു, അതിന് കുറവുകളൊന്നും വരുത്താതെ അമ്പത്തൂരാണ് അതൊക്കെ ഏറ്റെടുത്ത് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അമ്പത്തൂർ നമ്മൾ വിട്ടുപോയി, നമ്മൾ വിട്ടുപോയി, മരിച്ചു. കഴിഞ്ഞ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു. നമ്മളെ ഇവന്റിന് വേണ്ടിട്ട് പുതിയൊരു വണ്ടി ഇറക്കുന്നുണ്ട്. നമ്മള് അതിന്റെ ഇവന്റിന് വേണ്ടിട്ട് വാസവന്റെ പുതിയ വണ്ടി. വാസണ്ണ പറയടാ, അമ്പത്തൂരിന്റെ സ്ലോട്ട് ഒന്ന് ഫില്ല് ചെയ്യണേ. അത് ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാനത് സെറ്റാക്കാം. എന്റെ മോൻ ഫ്രീ ആണ്. അപ്പൊ രായ എന്തെങ്കിലും പറയണ്ടോ ഇനി? ഇവിടെ നീ ശബ്ദം കേട്ടാലോ? ഇല്ല, ഞാൻ മുകളിൽ മൊത്തം പായലുണ്ട്. ഞാൻ ഒന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞായിരുന്നു, തുറച്ചിടായിരുന്നു പറഞ്ഞായിരുന്നു. എന്റെ പുറകിലോ? മുകളിലാണ്, റൂഫിലാണ്. എല്ലാം ക്ലീൻ ആക്കിയാടാ. എന്റെ മോനായിട്ട് പറയില്ല, തങ്കപ്പെട്ട പേന്. അപ്പൊ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ. നമ്മള് അണ്ണൻ ചോദിച്ചു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലായിടത്തും അവിടെ പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അവർക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. തിരിച്ച് ഞാൻ വീട്ടിലോട്ടല്ല വരുന്നത്. അപ്പൊ അവർക്ക് അങ്ങനത്തെ രീതിയിലൊരു ഇഷ്യൂസും ഇല്ല. എനിക്ക് പറയാം, അതും കൂടി പറയണം. ഈ ഒരു ഇതില് എല്ലായിടത്തും പറഞ്ഞിട്ടാണ് വന്നത് തന്നെ. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ല. അത് ഇവിടെ ഉള്ളവരല്ല, ഓഡിയൻസും എല്ലായിടത്തും കൂടി പറയാൻ ഒരു രീതിയിലാണ് പറഞ്ഞത്, എന്റെ രീതിയിൽ. അപ്പൊ അത്രേ ഉള്ളൂ. സന്തോഷം തന്നെ. പിന്നെ ഇവിടെ ഉള്ളവർ കുറെ ഒരു പുതിയവരാണ്. ബട്ട് എനിക്ക് കുറച്ചുപേരൊക്കെ അറിയാം. പിന്നെ നമുക്ക് എല്ലാവരെയായിട്ട് സംസാരിക്കാം, എല്ലാവരായിട്ട് സംസാരിച്ച് കമ്പനി ആവണം കേട്ടോ. എല്ലാവരും ബാക്കി എനിക്കറിയാം. ഈ ഒരു സാധനം ഓഫ്ലൈനിൽ പറയാതെ ഞാനിത് ഇതായിട്ട് തന്നെ പറയാമാണ് കേട്ടാ. എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനകത്ത് പല ആൾക്കാർക്കും ലൈക്ക് ഇവരെ വലുതായിട്ട് പരിചയം എന്നല്ല, പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് വലുതായിട്ട് അവരുടെ പഴയ കാര്യങ്ങളും ഇതൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് പരിചയപ്പെടാനും ഇതിനൊക്കെയുള്ള സമയമുണ്ട്. അങ്ങോട്ടോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും വെച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കുക, ഇതാക്കുക. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറെ റിവലറീസ് ഒന്നും ഇല്ല. നമുക്കത് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഒരു ഒറ്റ ഫാമിലി ആയിട്ട് നമുക്ക് മുമ്പോട്ട് ഒരുപാട് പോകാനുള്ളതാണ് ഇനിയും. അപ്പോൾ അങ്ങനെ പോട്ടെ, എല്ലാം നന്നായിട്ട് നടക്കട്ടെ. അപ്പോൾ രണ്ടുപേർക്കും വെൽക്കം ടു TV ഗൈസ്. ഇല്ല, നിങ്ങളായിട്ട് കൂടുതൽ ഫോർമാലിറ്റി ഒന്നും ഞാൻ വെക്കുന്നില്ല. ഫോർമാലിറ്റി അല്ല. അപ്പൊ സിനിമക്ക് ബുക്ക് ചെയ്തായിരുന്നു. പോയിട്ടോ ഏതാണോ? ഇന്നലെ ബുക്ക് ചെയ്ത്, പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഓക്കെ ശരി. ഇന്നല്ലേ പടം റിലീസായത്? ഇവ കള്ളം പറഞ്ഞാണോ എന്നോട്? ഇന്നലെ ആയിരുന്നു പടം റിലീസായത്. ഞാൻ ഇനി എന്റെ സൈഡോടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, എനിക്ക് നമുക്ക് കറന്റ് ഇപ്പൊ ടിവിയില് ഞാൻ നിങ്ങളെ ചുമ്മാ അതൊന്ന് ഇതാക്കാൻ വേണ്ടി പറഞ്ഞാണ് 5 പേരെ എടുക്കുന്നതെന്നൊക്കെ. ഇനി നമുക്ക് സ്ലോട്ടൊന്നും ഇല്ല. ഇപ്പൊ തന്നെ നമ്മൾ 2 പേരെ മാറ്റി വീക്ക്ലി മാറ്റിയിട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആരും വരാൻ പോകുള്ള ടിവിയിൽ, ഇനി ആരും ഇല്ല. ഇത്രേ ഉള്ളൂ. ഈ 2 റിക്രൂട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ചുമ്മാ ഒന്ന് ആരാന്ന് മനസ്സിലാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, ഇവരെ 2 പേരും കംപ്ലീറ്റ്ലി ഇതെല്ലാം നിർത്തി അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളിലേക്ക് പോവാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. മെയിനായിട്ട് അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, അന്ന് എനിക്ക് ഇഷ്യൂ ഇല്ലാത്ത ആരെയാണേലും എനിക്ക് പിന്നീട് സംസാരിച്ച് അത് സോർട്ട് ചെയ്ത് അത് ഇതാക്കി പോകാനോ എനിക്ക് മൈൻഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വെളിയിൽ കാണുമ്പോഴാണേലും അകത്ത് കാണുമ്പോഴാണേലും ഒന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഞാനത് കീപ്പ് ചെയ്തിട്ടുണ്ട്.
സോ ഇതിന്റെ അപ്പുറത്തോട്ട് ഇനി വേറെ ഇറങ്ങിയ ഒരു മെമ്പേഴ്സിനെ ഞാൻ തിരിച്ച് ടി വിയിലോട്ട് ഇനി എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ബാലത്ത് കുറച്ച് പേര് നിർത്തിപ്പോയി. ബാക്കി എനിക്ക് ഇനി കൊണ്ടുവരാൻ താല്പര്യമില്ല. ഇനിയിപ്പോ ആരും അങ്ങനെ ഉണ്ടാവത്തില്ല. മാമനെ ഇടും. ഞാൻ മാമനെ കൂടെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. മാമനെ കൂടെ മാറ്റി ഇടാൻ വേണ്ടിയിട്ടാ. അതായത് ഞാനിപ്പോ പറയാം 1 വീക്ക് ഇനാക്റ്റീവ്. ഇപ്പൊ നമ്മുടെ അകത്ത് തന്നെ കുറെ പേര് ഇനാക്റ്റീവ് ആണല്ലോ. അപ്പൊ ആ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പകരമായിട്ട് മാറ്റി ഇടും. ഹലോ 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 അണ്ണാ അണ്ണൻ കലിപ്പ് മൂഡിലാണോ നല്ല മൂഡിലാണോ? നല്ല മൂഡിലാണ്, സന്തോഷത്തിലാണ്. പറഞ്ഞു. അണ്ണാ സുഖമാണോ? സുഖമാണ്. ഇതാരാ? ഞാൻ കുറച്ച് മലയാളം പഠിച്ചു ഇപ്പോ. ഇതാരാണ്? ഓ ഭായിജാൻ കിതറേ. ഓ ഭായിജാൻ, ഞാൻ ഇവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാവേ. ഓക്കെ അണ്ണാ. ഗൈസ്, ഇപ്പൊ ഞാൻ ഒരു പെർട്ടിക്കുലർ നെയിം എടുത്ത് കഴിഞ്ഞതിന് റിപ്ലൈ പറയണില്ല. അതെനിക്ക് ഒരുമിച്ച് സെറ്റായി പോകത്തില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ആയത്. നിങ്ങൾ വേറെ ഒന്നും മനസ്സിൽ വിചാരിക്കണ്ട. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, അതിൽ കുറെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, കുറെ ഇതൊക്കെ ഉണ്ട്. ഞാൻ പറയണത് അതുകൊണ്ടല്ല. അതെനിക്ക് ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ താല്പര്യമില്ല. മെയിനായിട്ട് അതാണ് എനിക്ക് പ്രശ്നം. മനസ്സിലായോ? ആൻഡ് അവർക്കും അവിടെ ഇപ്പൊ ഒരു കംപ്ലീറ്റ്ലി ഡയോസ് എല്ലാം നിർത്തി വേറെ ഗ്യാങ്സിൽ നിന്ന് പുതിയ ഗ്യാങ്സിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നിട്ട് അവർക്ക് അവിടെ കളിക്കാൻ താല്പര്യം പോകാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ കംപ്ലീറ്റ്ലി നിർത്തുകയാണെന്ന് പറഞ്ഞത്. മനസ്സിലായോ? ആക്ടിങ് എന്തിനാ ആക്ട് ചെയ്യണം ബ്രോ? എനിക്ക് അങ്ങനെ ആക്ട് ചെയ്യൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഇവര് വേറെ ഗ്യാങ്സിൽ നിന്ന് അവർക്ക് ഇൻവിറ്റേഷൻ വന്നപ്പോൾ അവർക്ക് അവിടെ ഈ പറയുന്ന ഇൻവിറ്റേഷൻ വന്ന പെർട്ടിക്കുലർ ഗ്യാങ്സിൽ കളിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നവർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു കാരണം കൂടി കൊണ്ടാണ് അവർ കളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ RP നിർത്തി അന്നേരമാണ് ഇവര് സീറോ ഡിലേ എന്ന് പറഞ്ഞൊരു സംരംഭം തുടങ്ങി പോകാൻ നിന്നത്. അപ്പോൾ അതിന്റെ ഇടയ്ക്കും കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് TVക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ മേജർ റോളുള്ള ഒരാളാണ് രായൻ. സോ രായനും ഇറ്റാച്ചിയും കുറച്ച് നാളായിട്ട് ഒരുമിച്ചുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവരെ രണ്ടുപേരെയും അങ്ങനത്തെ രീതിയിൽ കൺസിഡർ ചെയ്തത്. മനസ്സിലായോ? അല്ലാതെ വേറൊരു രീതിയിൽ നിങ്ങളിതിനെ എടുക്കണ്ട. അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ അത് സംസാരിച്ചു കഴിഞ്ഞാൽ കഴിച്ച് അത് വേറെ പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി താല്പര്യമില്ല. എനിക്ക് എടുക്കാൻ താല്പര്യമുള്ള ആളെയാണ് ഞാൻ എടുത്തത്. ഇപ്പം നിങ്ങൾ പറയണത് കേട്ട് എനിക്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ TVയിലോട്ട്. എനിക്കത് അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇതായിപ്പോയി. കൈസ് ഈ ടോപ്പിക്ക് വിടാം. ഇനി അതിനോട് മുന്നോട്ട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ രണ്ടായിട്ട് പോയതും വേറെ ഗ്യാങ് ഉണ്ടായതും ഒക്കെ. കൈസ്